ജോർജ് സെബാസ്റ്റ്യൻ, ആക്സ് ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ളൊരു നിലപാടിലേക്ക് ആക്സ് കടക്കുന്നത്? വഖഫ് ബോർഡ് പിരിച്ചുവിടണം എന്ന് പറയുമ്പോൾ എത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇന്നിപ്പോൾ ഭരണത്തിലിരിക്കുന്ന UDF-ന്റെ പ്രതി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞാണ്. സത്യത്തിൽ 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുമായിരുന്ന വിഷയമാണ് അത്. പക്ഷേ നിലവിലുണ്ടായിരുന്ന വഖഫ് ബോർഡ് നിയന്ത്രണം പൂർണ്ണമായും ഇന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അവർ എടുത്ത ഒരു സ്റ്റാൻഡ്, അവർ ഈ പൊടുന്നനവെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവരാണ് ഈ മൊബൈൽ പോർട്ടലിലേക്ക് ഈ വഖഫ് ഭൂമി മുഴുവൻ ആ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു തീരുമാനം പൊടുന്നനവെ എടുത്തു. അങ്ങനെയാണ് ഈ വിഷയം സങ്കീർണമായത്. ഇത് രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ നൂലാമാലകൾ, നിയമപ്രശ്നങ്ങൾ, അതിൻ്റെ കുരുക്കഴിയുവാൻ ഒട്ടേറെ സമയമെടുക്കും. ഈ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസവും അവർ കേന്ദ്ര സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡിനെ സംബന്ധിച്ച് അവരുടെ നിയന്ത്രണം ഇന്നും പൂർണ്ണമായും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കയ്യിലാണ്. ഈ ഗവൺമെൻറ് താല്പര്യമല്ല, ജനങ്ങളുടെ താല്പര്യമല്ല ഈ വഖഫ് ബോർഡിനുള്ളത്. അതുകൊണ്ട് തന്നെ ജനവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന, സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ഈ വഖഫ് ബോർഡിനെ എത്രയും വേഗം പിരിച്ചുവിടുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അക്കാര്യത്തിൽ UDF സർക്കാർ, മുഖ്യമന്ത്രി അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ വഖഫ് ബോർഡ് മാറിയാലും ഈ നിലപാടിൽ മാറ്റമുണ്ടാകും എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഗവൺമെന്റ് ഒരു പുതിയ സംവിധാനത്തെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ആരോഗ്യവകുപ്പിൽ കണ്ടു, ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കാത്ത ഉദ്യോഗസ്ഥയെ സ്ഥാനത്ത് നിന്ന് മാറ്റി. അവർ പക്ഷേ ട്രൈബ്യൂണലിൽ പോയി അതൊക്കെ സ്റ്റേ ചെയ്തെങ്കിലും ഇന്നും മന്ത്രി പറയുന്നത് സർക്കാരിൻ്റെയും മന്ത്രിയുടെയും താല്പര്യങ്ങൾ പരീക്ഷിക്കാൻ കഴിയാത്ത ആളെ വകുപ്പിൽ വേണ്ട എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡിനെ സംബന്ധിച്ചും ഈ ഗവൺമെൻറ് കൈക്കൊള്ളുന്ന നിലപാടിന് അനുസൃതമായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു വഖഫ് ബോർഡ് നിയമിക്കില്ല എന്തായാലും. അപ്പോൾ ഗവൺമെൻറ് താല്പര്യങ്ങളും ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു പുതിയ സംവിധാനം വഖഫ് ബോർഡ് ഉണ്ടാവണം. അക്കാര്യത്തിൽ ഈ സർക്കാർ കുറെ കൂടി ആത്മാർത്ഥത കാണിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങേക്ക് അറിയാവുന്നതുപോലെ മുൻപത്തെ ജനങ്ങൾക്ക് ഇപ്പോഴും അവരുടെ നികുതി അടയ്ക്കുന്ന കാര്യങ്ങളടക്കം ബുദ്ധിമുട്ട് നേരിടുന്ന ഇപ്പോഴും ഉണ്ട്, അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിന് അത് വേണമെങ്കിൽ അത് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അവർ ഇതുവരെ അത് ചെയ്തിട്ടില്ല. അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മുൻപത്തെ ജനങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ടും നീതി ലഭിക്കുമെന്ന്? ഗവൺമെൻറ് ആത്മാർത്ഥ കാണിച്ചതെല്ലാം നടക്കുന്നുള്ളൂ. അതെല്ലാം പറയാം. വഖഫ് ബോർഡ് അവരുടെ നിലപാട് തിരുത്തി ഈ വഖഫ് ബോർഡിൻ്റെ തീരുമാനം മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. അവർക്ക് നികുതി അടയ്ക്കുവാനും അവരുടെ വസ്തുക്കൾ അതിലെ ക്രയവിക്രയം നടത്തുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കും. അതുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ടത് ഗവൺമെൻറ് താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത വഖഫ് ബോർഡിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഗവൺമെൻറ് ആദ്യ നടപടി സ്വീകരിക്കേണ്ട അവിടെയാണ്. അങ്ങനെ പിരിച്ചുവിട്ടാൽ തന്നെ ഇതിൻ്റെ തുടക്കമായി അതിനുശേഷം പല കാര്യങ്ങളും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന നിലയിലൊക്കെ ചെയ്യാൻ കഴിയും. ഗവൺമെൻറ് അതിനുള്ള ആർജവം കാട്ടണം. അല്ല, ഈ വഖഫ് ബോർഡ് നമുക്കറിയാം, തീർച്ചയായിട്ടും അവർ വഖഫ് ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. അവർ ഇത്രയും കാലം ഇത് വഖഫാണ് എന്ന് അവകാശപ്പെട്ടിട്ട് ഇനി ഗവൺമെൻറ് മാറിയത് കൊണ്ട് അവർ അവകാശവാദം ഉന്നയിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? കാരണം നിലവിലുള്ള ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ്റിനേക്കാൾ അല്പം കൂടി ഒരു സമുദായവുമായിട്ട് അല്പം കൂടി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് എത്രത്തോളം ഇത് വഖഫ് ഭൂമി അല്ല എന്ന് സ്ഥാപിച്ചെടുത്ത് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ കഴിയുമെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? അത് ചോദ്യം എനിക്ക് മനസ്സിലായി. പക്ഷെ അക്കാര്യത്തിൽ മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്ന സമീപനമുണ്ട്. ഞാനതിനെ അന്നും ഇന്നും സ്വാധീനിച്ചത്. അവർ പറയുന്നത് മുൻപത്തെ പാവപ്പെട്ട ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ എന്നുള്ള നിലപാടാണ് മുസ്ലിം ലീഗ് അന്നും ഇന്നും കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യത്തിൽ മുൻപത്തെ ജനതയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ വഖഫ് ബോർഡിനെയും അവരും നിർബന്ധിതമാക്കും. കാരണം ആ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കുമല്ലോ സ്വാഭാവികമായി വഖഫ് ബോർഡിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അവരും ഗവൺമെൻറ്റിൻ്റെ താല്പര്യം ഇതാണെങ്കിൽ ആ താല്പര്യത്തിനനുസൃതമായി ആ വഖഫ് ബോർഡും
മാറും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും വഖഫ് ബോർഡിന്റെ നിലപാടുകളിൽ മാറ്റമുണ്ടാകുമെന്നും മുൻപത്തെ ജനതയ്ക്ക് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നീതി ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. അല്ല, നിലവിലുള്ള വഖഫ് ബോർഡിനെ കൊണ്ടതാവില്ല. ഈ വഖഫ് ബോർഡ് ഉടച്ചു വാർക്കണം. ഈ നിലവിലുള്ള വഖഫ് ബോർഡ് പിരിച്ചുവിട്ട് ഗവൺമെന്റ് താല്പര്യങ്ങളും ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന പുതിയൊരു വഖഫ് ബോർഡ് ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ നടപ്പാക്കാൻ കഴിയൂ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ ബോർഡ് പിരിച്ചുവിടുക, പുതിയ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്. ജോർജ് സെബാസ്റ്റ്യൻ, ആക്സിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന്. വളരെ നന്ദി.